ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ഗാൻട്രി, വില്ലേജ് ഡിഫൻസ് ഗാർഡ്, എക്സ്ചേഞ്ച് റൈറ്റ്സ്, 5-3 മിനി, ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി, ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗാൻട്രിയെ കുറിച്ചാണ്. ഈ ഗാൻട്രി എന്ന് പറയുന്ന ടോപ്പിക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ നാഷണൽ ലെവൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് നിലവിൽ ഈ ഗാൻട്രിയുടെ റേറ്റിംഗ് അനുസരിച്ച് ഒരു എ സ്റ്റാറ്റസ് ആണുള്ളത്. അപ്പോൾ ഇത് റിവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, കാരണം ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആരോപണങ്ങൾ ഇപ്പോൾ അവർ നേരിടുന്നുണ്ട്, എസ്പെഷ്യലി ആംനസ്റ്റി ഇന്റർനാഷണൽ പോലുള്ള സംഘടനകളുടെയൊക്കെ ഭാഗത്തുനിന്ന്. അപ്പോൾ പ്രധാനമായിട്ട് നേരിടുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഒരു ഗവൺമെന്റിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ടല്ല ഫംഗ്ഷൻ ചെയ്യുന്നത്. കാരണം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനകത്ത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഇൻവെസ്റ്റിഗേഷൻ വിങ്ങിനകത്തൊക്കെ പോലീസ് ഒഫീഷ്യൽസ് ഉണ്ട്. അപ്പോൾ ഈ പോലീസ് ഒഫീഷ്യൽസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കുന്നത് ഇതേ പോലീസുകാർ തന്നെയാണെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്, അതുപോലെ തന്നെ സ്ത്രീകൾക്ക്, ജെൻഡേഴ്സിനൊന്നും കൃത്യമായിട്ടുള്ള പ്രാതിനിധ്യം നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനിലില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഈ ഗാൻട്രിക്കകത്തുള്ള എ സ്റ്റാറ്റസ് റിവ്യൂ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യങ്ങൾ ഈ പറയുന്ന ആംനസ്റ്റി ഇന്റർനാഷണലൊക്കെ പോലുള്ള ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള മനുഷ്യാവകാശ സംഘടനകളുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഗാൻട്രിയുടെ ഒരു മീറ്റിംഗ്, ഈ പറയുന്ന ഇന്ത്യയുടെ എ സ്റ്റാറ്റസ് റിവ്യൂ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മീറ്റിംഗ് ഇപ്പോൾ നടക്കാൻ പോവാണ്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 കാണാൻ സാധിക്കും. ഗാൻട്രി എന്ന് പറയുന്നത് ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം. ഇത് ബേസിക്കലി ഒരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്, അല്ലെങ്കിൽ ഒരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലാക്കുക. ഇത് നമ്മുടെ ലോകത്തിലുള്ള നാഷണൽ ലെവൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അല്ലെങ്കിൽ NHRIസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ബോഡിയാണ് ഗ്ലോബൽ അലയൻസ് ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഗാൻട്രി എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 2016 വരെ ഈ സംഘടന അറിയപ്പെട്ടുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നോ അല്ലെങ്കിൽ ഇന്റർനാഷണൽ കോർഡിനേറ്റിംഗ് കമ്മിറ്റി ICC എന്നുള്ള പേരിലുമാണ് 2016 ഇത്തരത്തിൽ ഗാൻട്രി എന്ന് അവരുടെ പേര് മാറ്റുന്നത്. ഇത് നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വിറ്റ്സർലാൻഡിലാണ്, ജനീവയിലാണ് ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ സ്വിറ്റ്സർലാൻഡിലെ അവിടുത്തെ ലോക്കൽ നിയമങ്ങൾ അനുസരിച്ച് ഒരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് ഇത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇനി ഇവരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ള അല്ലെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ ഇന്ത്യയിലെ NHRI ഒക്കെ പോലുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ, NHRC ഒക്കെ പോലുള്ള ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനകളുണ്ടാവും. അത്തരത്തിലുള്ള സംഘടനകളുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടിയിട്ട് സഹായിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡന്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിനെ സ്ട്രെങ്തൻ ചെയ്യുക. അതുപോലെ തന്നെ അവർ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്, ഇപ്പോൾ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് എന്നോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾസ് എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒന്നാണ് 1993 പാരീസ് പ്രിൻസിപ്പിൾസ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നതിന് കാരണമായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പാരീസ് പ്രിൻസിപ്പിൾസ് അനുസരിച്ചിട്ടുള്ള ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ഇവർ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്ട്രെങ്തൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഗാൻട്രി ചെയ്യുന്നത്. ഇനി അതുകൂടാതെ ഈ പറയുന്ന നാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും യുണൈറ്റഡ് നേഷൻസ് ഹ്യൂമൻ റൈറ്റ് സിസ്റ്റത്തിനെയും കണക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ബന്ധത്തിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ബോഡി കൂടിയാണ് ഈ ഗാൻട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗാൻട്രിക്ക് ആ ഒരു കാര്യം കൊണ്ട് തന്നെ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ഇതൊരു ഇന്റർ ഗവൺമെന്റൽ ഏജൻസി അല്ല, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ ബോഡി അല്ല, ഒരു നോൺ പ്രോഫിറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള നാഷണൽ ലെവലിലുള്ള ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതും അവരെ UN ബോഡീസുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നതൊക്കെ ഈ ഒരു സംഘടനയാണ്. ഇനി അത് കൂടാതെ ഇവർക്കുള്ള വളരെ യുണീക്ക് ആയിട്ടുള്ള മറ്റൊരു പൊസിഷൻ എന്ന് പറയുന്നത് ഇതൊരു നോൺ UN ബോഡി ആയിട്ട് കൂടി, അതായത് യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമല്ലാത്ത ഒരു സംഘടനയായിട്ട് കൂടി ഇവര് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അതിന്റെ ക്രെഡിബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ അക്രെഡിറ്റ് ചെയ്യാറുണ്ട്. ആ അക്രെഡിറ്റേഷൻ അവർ നടത്തുന്നത് 93 പാരീസ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണ്. ആ പാരീസ് പ്രിൻസിപ്പിൾസ് എത്രത്തോളം നടപ്പിലാക്കുന്നത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ആ അക്രെഡിറ്റേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് UN കമ്മിറ്റീസിലൊക്കെ ഉള്ള
ആക്സസ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ അതിനകത്തേക്കുള്ള പ്രാതിനിധ്യവും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതായത് ഇവരുടെ അക്രഡിറ്റേഷൻ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ ഈ എ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഒരു അക്രഡിറ്റേഷൻ സ്റ്റാറ്റസ് ആണ്, ഇവരുടെ ഏറ്റവും ഹയസ്റ്റ് സ്റ്റാറ്റസ് ആണത്. സോ ഈ എ സ്റ്റാറ്റസ് എന്നൊക്കെ പറയുന്ന അക്രഡിറ്റേഷൻ കിട്ടുന്ന സംഘടനകൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് UN ഒക്കെ ചില ഹ്യൂമൻ റൈറ്റ് കമ്മിറ്റീസിലേക്കുള്ള ആക്സസ് കിട്ടുന്നത് ഈ എ സ്റ്റാറ്റസിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അത് റിവൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഡൗൺഗ്രേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കുക. ഇനി ഈ പറയുന്ന ഈ സംഘടന നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ അവർ പാരീസ് പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ കംപ്ലയൻസിന്റെ അടിസ്ഥാനത്തിൽ 3 ക്ലാസിഫൈ ചെയ്യാറുണ്ട്. ഓക്കെ, A, B, C എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ എ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. എ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ പാരീസ് പ്രിൻസിപ്പിൾസുമായിട്ട് കംപ്ലീറ്റ്ലി കംപ്ലയൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് എ സ്റ്റാറ്റസ് ഉള്ള നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മുടെ ഇന്ത്യയൊക്കെ എ സ്റ്റാറ്റസ് ഉള്ള, അല്ലെങ്കിൽ ഇന്ത്യയിലെ NHRC എന്ന് പറയുന്നത് എ സ്റ്റാറ്റസ് ഉള്ള ഒരു നാഷണൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അപ്പോൾ അത്തരത്തിൽ എ സ്റ്റാറ്റസ് ഉള്ള സംഘടനകളാണെങ്കിൽ അവർക്ക് ഈ ഗാൻഡ്രിക്കകത്തൊരു വോട്ടിംഗ് മെമ്പർ ആവാൻ പറ്റും. അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഗവേണൻസ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാനും പറ്റും. ഇനി രണ്ടാമത്തെ ഒരു സ്റ്റാറ്റസ് ആണ് ബി സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ബി സ്റ്റാറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരീസ് പ്രിൻസിപ്പിൾസുമായിട്ട് പാർഷ്യലി കംപ്ലൈ ചെയ്യുന്ന, അതായത് എന്താണ്, ഇത് പൂർണ്ണമായിട്ടും അല്ലെങ്കിലും പാർഷ്യലി കംപ്ലൈ ചെയ്യുന്ന നാഷണൽ ലെവൽ ഹ്യൂമൻ റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് ബി സ്റ്റാറ്റസ് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഗാൻഡ്രിയുടെ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റും, പക്ഷേ വോട്ട് ചെയ്യാനോ ഗവേണൻസ് പൊസിഷൻസ് ഹോൾഡ് ചെയ്യാനോ എലിജിബിലിറ്റി ഉണ്ടാവില്ല. ഇനി ഇതുപോലും ചെയ്യാത്തവരെയാണ് സി സ്റ്റാറ്റസിനകത്ത് ഉൾപ്പെടുത്താറുള്ളത്. ഓക്കെ, ഇനി ഗാൻഡ്രി എല്ലാ വർഷവും അവരുടെ ഒരു വാർഷിക സമ്മിറ്റ് അല്ലെങ്കിൽ ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്താറുണ്ട്. അത് ജനീവയിൽ വെച്ചിട്ട് എല്ലാ വർഷവും മാർച്ച് മാസത്തിലാണ് നടത്താറുള്ളത്. മാർച്ച് മാസത്തിൽ നടത്താനുള്ള കാരണം UN ഹ്യൂമൻ റൈറ്റ് കൗൺസിലിന്റെ സെഷനും ഇതേ സമയത്ത് മാർച്ച് മാസത്തിൽ ജനീവയിൽ വെച്ച് നടക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് കൂടാതെ ബൈയാനിയലായിട്ടുള്ള തിമാറ്റിക് ഇന്റർനാഷണൽ കോൺഫറൻസുകളും ഇവർ നടത്താറുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഗാൻഡ്രിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് വില്ലേജ് ഡിഫൻസ് ഗാർഡ്സിനെ കുറിച്ചാണ്. സോ ഈ വില്ലേജ് ഡിഫൻസ് ഗാർഡ്സ് എന്ന് പറയുന്നത് ഈ ജമ്മു ആൻഡ് കാശ്മീരിലുള്ള ചില മേഖലകളിൽ, എസ്പെഷ്യലി കാശ്മീർ വാലിയുടെ അല്ലെങ്കിൽ അതിർത്തി മേഖലകളിലൊക്കെ ഉള്ള ചില വില്ലേജുകളിൽ ഈ മിലിറ്റന്റ് ആക്രമണങ്ങൾ വലിയ രീതിയിൽ 90കളിലൊക്കെ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പോലീസിന്റെയും സൈന്യത്തിന്റെയൊക്കെ സഹായത്തോടു കൂടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു മിലീഷ്യയാണ്. മിലീഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഡ് ഗ്രൂപ്പാണ് ഈ വില്ലേജ് ഗാർഡ്സ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ആണ് ഇവരെ ഫോം ചെയ്തിട്ടുള്ളത്. സോ ആ നാട്ടുകാരായിട്ടുള്ള ആ നാട്ടിലുള്ള ആളുകൾക്ക് ഇവർ കുറച്ച് ഈ പറയുന്ന വെപ്പൺസ് ഒക്കെ യൂസ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കും, കുറച്ച് വെപ്പൺസ് കൊടുക്കും. അപ്പോൾ അവിടെ പെട്ടെന്ന് ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇതിനെ പ്രതിരോധിക്കാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വില്ലേജ് ഡിഫൻസ് ഗാർഡ് ഇപ്പോൾ റീസെന്റ് ജമ്മു ആൻഡ് കാശ്മീരിലെ ഉധംപൂരിൽ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 11 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വില്ലേജ് ഡിഫൻസ് ഗാർഡുകൾ എന്ന് പറയുന്നത് നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് വില്ലേജ് ഡിഫൻസ് കമ്മിറ്റീസ് എന്നാണ്. ഇത് ഒരു മിലീഷ്യാസ് അല്ലെങ്കിൽ ഒരു സിവിലിയൻ മിലീഷ്യാസ് ആണെന്ന് മനസ്സിലാക്കുക. ഇത് 1990കളിൽ ജമ്മു ആൻഡ് കാശ്മീർ റീജിയനിൽ വലിയ രീതിയിലുള്ള മിലിറ്റന്റ് ആക്രമണങ്ങൾ നടന്നിരുന്ന ഒരു കാലഘട്ടത്തെ, എസ്പെഷ്യലി ജമ്മു ആൻഡ് കാശ്മീരിലെ ചെനാബ് വാലിയിൽ അവിടെയുള്ള ലോക്കൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള റിമോട്ട് ആയിട്ടുള്ള വില്ലേജ് ഏരിയാസിലുള്ള ലോക്കൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സൈന്യത്തിന്റെയും അതുപോലെ തന്നെ ഗവൺമെന്റിന്റെയും പോലീസിന്റെ ഒക്കെ സഹായത്തോട് കൂടിയിട്ട് ഫോം ചെയ്തിട്ടുള്ള സിവിലിയൻ മിലീഷ്യാസ് ആണത്. അതിനകത്ത് ആ പ്രദേശത്തുള്ള വില്ലേജേഴ്സും അതുപോലെ തന്നെ ചില പോലീസ് ഒഫീഷ്യൽസും ആണ് ഈ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റികളിൽ അല്ലെങ്കിൽ ഇന്നത്തെ വില്ലേജ് ഗാർഡുകളായിട്ട് ഉള്ളത്. അപ്പോൾ ഇത് ജമ്മു ആൻഡ് കാശ്മീർ റീജിയനകത്തുള്ള അല്ലെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീർ സ്റ്റേറ്റിനകത്ത് ഉണ്ടായിരുന്ന ജമ്മു റീജിയനിലെ 10 ഡിസ്ട്രിക്റ്റുകളിലാണ് ഇനീഷ്യലി ഇത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് 95-ൽ, അതായത് ഈ മിലിറ്റൻസ് ഒക്കെ വലിയ രീതിയിൽ കൂടുന്ന ഒരു സമയത്ത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് എക്സ്ചേഞ്ച് റേറ്റ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ എക്സ്ചേഞ്ച് റേറ്റ്, ഇപ്പോൾ ഡോളറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ വലിയ രീതിയിൽ കുറയുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഡോളറിനെതിരായിട്ട് ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 83.38 ആണ്. ഓക്കെ, അപ്പോൾ ഈ എക്സ്ചേഞ്ച് വാല്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 12 അവരൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ എക്സ്ചേഞ്ച് വാല്യൂ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ കറൻസി നമ്മൾ മറ്റൊരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു എക്കണോമിക് സോണിൻ്റെ ഒക്കെ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ വാല്യൂവിനകത്തുള്ള ഡിഫറൻസ് ആണ് അല്ലെങ്കിൽ ആ വാല്യൂ കമ്പാരിസൺ ആണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ₹1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡോളറാണ്, അല്ലെങ്കിൽ $1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപയാണെന്ന് കമ്പയർ ചെയ്യുന്നതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കുന്ന ഒരു എക്സ്ചേഞ്ച് റേറ്റ് ആണ് എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് അല്ലെങ്കിൽ EER എന്ന് പറയുന്നത്. സോ ഈ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് ഒരു കറൻസിയുടെ സ്ട്രെങ്ത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ്. അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസീസ് എടുത്തിട്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് കറൻസീസ് എടുത്തിട്ട് അതിനെതിരായിട്ട് നിലവിലുള്ള ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ കറൻസിനെ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് കറൻസീസുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു ഇൻഡെക്സ് ആണ് എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്.
ഈ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് രണ്ട് തരത്തിലുള്ള എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റുകളുണ്ട്. ഒന്ന് നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അല്ലെങ്കിൽ നീർ എന്ന് പറയും. അതുപോലെ തന്നെ റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ റീർ എന്ന് പറയും. നീർ എന്ന് പറയുന്നത് ഒരു ട്രേഡഡ് വെയ്റ്റഡ് ആവറേജ് റേറ്റ് ആണ്. അതായത് ഒരു റുപ്പിയുടെ വാല്യൂ ഒരു ബാസ്ക്കറ്റ് ഓഫ് കറൻസീസിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ട്രേഡഡ് വെയ്റ്റഡ് ആവറേജ് റേറ്റ് കണക്കാക്കുന്നതിനെയാണ് നീർ എന്ന് പറയാം. റീർ എന്ന് പറയുന്നത് ഈ നീറിൻ്റെ കൂടെ ഇൻഫ്ലേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്താണ് റീർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ മറ്റുള്ള കറൻസീസുമായിട്ട് അല്ലെങ്കിൽ ഈ ബാസ്ക്കറ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷനും കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ ഈ പറയുന്ന നീർ അല്ലെങ്കിൽ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റ് അതിൻ്റെ ഡൊമസ്റ്റിക് ഇൻഫ്ലേഷനെക്കാട്ടിലും കുറവാണെങ്കിൽ, ഓക്കെ, അതായത് ഈ നോമിനൽ എക്സ്ചേഞ്ച് റേറ്റിനകത്ത് വരുന്ന മാറ്റം, ഓക്കെ, അത് ഡൊമസ്റ്റിക് ഇൻഫ്ലേഷനെക്കാട്ടിലും താഴെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആ കറൻസി ആക്ച്വലി അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളതെന്നാണ്, ആ കറൻസിയുടെ വാല്യൂ കൂടുകയാണ് ചെയ്തിട്ടുള്ളതെന്നാണ്. ഉദാഹരണത്തിന് ഒരു രാജ്യത്തിലെ ഇൻഫ്ലേഷൻ റേറ്റ് 6%, ആ രാജ്യത്തിലെ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് വന്നിട്ടുള്ള ചേഞ്ച് 5% ആണെങ്കിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ റേറ്റിനെക്കാട്ടിലും കുറവാണ് ആ രാജ്യത്തിലെ ഈ നോമിനൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് വന്നിട്ടുള്ള മാറ്റം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കറൻസിയുടെ വാല്യൂ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളതെന്നാണ് പറയാം. അതുപോലെ തന്നെ ഈ റീറിനകത്ത്, അതായത് റിയൽ എഫക്റ്റീവ് എക്സ്ചേഞ്ച് റേറ്റിനകത്ത് ഒരു ഇൻക്രീസ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ രാജ്യത്തിൻ്റെ കറൻസിക്കുള്ള ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ്, അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ് കുറയാണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ലോസ് ഓഫ് ട്രേഡ് കോമ്പറ്റീറ്റീവ്നെസ് ആണ് അത് ഡിനോട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എക്സ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂടുകയും ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളെക്കാട്ടിലും അതിൻ്റെ പ്രൈസിനെക്കാട്ടിലും എക്സ്പോർട്ടിൻ്റെ കോസ്റ്റ് കൂടുന്നുണ്ടെന്നാണ് അത് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് 5.3 മിനി എന്ന് പറയുന്നതാണ്. സോ ഈ 5.3 മിനി എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലാണ് 5.3 എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ഈ 5.3 മിനി എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൈക്രോസോഫ്റ്റിൻ്റെ ലേറ്റസ്റ്റ് ലൈറ്റ് വെയ്റ്റ് AI മോഡലാണ്, അല്ലെങ്കിൽ ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലാണ്, അല്ലെങ്കിൽ SLM ആണ്. അപ്പോൾ നമ്മൾ ലാർജ് ലാംഗ്വേജ് മോഡൽസിനെ കുറിച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ലാർജ് ലാംഗ്വേജ് മോഡൽസിനെയാണ് സ്മോൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ SLM എന്ന് വിളിക്കുക. ഓക്കെ, സോ ഇതൊരു നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ലാംഗ്വേജ് പ്രോസസ്സിംഗ് ടാസ്കുകൾക്കുള്ള ഒരു കോസ്റ്റ് എഫക്റ്റീവ് സൊല്യൂഷനായിട്ടാണ് ഇതിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സിമിലർ സൈസുള്ള മറ്റുള്ള AI മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ലാംഗ്വേജ്, അതുപോലെ തന്നെ റീസണിങ്, കോഡിങ്, മാത്തമാറ്റിക്കൽ ടാസ്കുകൾ, ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ള സിമിലർ മോഡൽസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ബെറ്റർ പെർഫോമിംഗ് ആണ് ഈ 5.3 മിനി എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ജനറേറ്റീവ് AI ആപ്ലിക്കേഷൻസിനൊക്കെ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സാധ്യത വളരെ വലുതാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ മൈക്രോസോഫ്റ്റ് അസൂർ AI സ്റ്റുഡിയോ, അതുപോലെ തന്നെ ഹഗ്ഗിങ് ഫേസ്, ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡെവലപ്പേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കുറച്ചും കൂടിയൊക്കെ പ്രാക്ടിക്കൽ ചോയ്സസ് ഓഫർ ചെയ്യുന്നൊരു സാധനമാണ് ഈ 5.3 മിനി എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 5.3 മിനി എന്ന് പറയുന്നത് ഒരു സ്മോൾ ലാംഗ്വേജ് മോഡലാണ്. അപ്പോൾ എന്താണ് സ്മോൾ ലാംഗ്വേജ് മോഡൽ എന്ന് മനസ്സിലാക്കുക. സ്മോൾ ലാംഗ്വേജ് മോഡൽ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനകത്ത് കുറച്ചും കൂടി അതിന് വേണ്ടിയിട്ട് ടൈലേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് AI ടൂൾസ് ആണ് ഈ സ്മോൾ ലാംഗ്വേജ് മോഡൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് 5.3 മിനിയുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അത് മൈക്രോസോഫ്റ്റിൻ്റെ ആണെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഏകദേശം 175ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് നെഗോഷിയേറ്റേഴ്സും അല്ലെങ്കിൽ ഒബ്സർവേഴ്സും കൂടി ചേർന്ന് കാനഡയിലെ ഒട്ടാവയിൽ വെച്ചിട്ട് ഒരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി, ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി ക്രിയേറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ട് നമുക്കൊരു ഗ്ലോബൽ ലെവൽ പ്ലാസ്റ്റിക് ട്രീറ്റി വേണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നീഡ് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഉൽപ്പന്നം ഇപ്പോൾ സർവ്വവ്യാപിയാണ് എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ ഒരു ഔട്ട് ഓഫ് കൺട്രോൾ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ പ്ലാസ്റ്റിക് ഇല്ലാത്ത സ്ഥലങ്ങളില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ലോകത്തിലെ ഹയസ്റ്റ് പീക്കായിട്ടുള്ള മൗണ്ട് എവറസ്റ്റ് തൊട്ട് ലോകത്തിലെ ഏറ്റവും ഡീപ്പസ്റ്റ് ഓഷൻസിൽ വരെ ഈ പ്ലാസ്റ്റിക് ഉണ്ട്. ഓക്കെ, അപ്പോൾ
അത് എസ്പെഷ്യലി മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെയും നാനോ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കേസിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലും അതുപോലെ തന്നെ വെള്ളത്തിലൊക്കെ ഇതുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതുകൂടാതെ ഈ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ്റെ ഒരു ഓവർ ദി ഇയേഴ്സ് പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 1950 ലോകത്തിലെ ടോട്ടൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷൻ 2 മില്യൺ ടൺ ആയിരുന്നെങ്കിൽ അത് 2019 450 മില്യൺ ടൺ ആയിട്ട് ഉയർന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇപ്പോൾ ഉള്ള ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 2050 ആകുമ്പോഴേക്കും ഇത് ഡബിൾ ആയിട്ട് മാറുമെന്നും 2060 ആകുമ്പോഴേക്കും ഇത് 3 ഇരട്ടിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കേസ് ഈ പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ചാലഞ്ചസ് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം പ്ലാസ്റ്റിക് ശരിക്കും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക് ഡിഗ്രേഡ് ചെയ്ത് ഇല്ലാതാവണമെങ്കിൽ ഏകദേശം 20 തൊട്ട് 500 വർഷം വരെ എടുക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതുകൂടാതെ നമ്മൾ ഇത്രയും കാലം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്ലാസ്റ്റിക്കുകളിൽ ജസ്റ്റ് 10% പ്ലാസ്റ്റിക് മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെട്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ള 90% പ്ലാസ്റ്റിക്കും ഈ എൻവയോൺമെന്റിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അത് ഏകദേശം 6 ബില്യൺ ടണ്ണോളം പ്ലാസ്റ്റിക്കാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രകൃതിയിൽ കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഭൂമിയിൽ പല സ്ഥലത്തായിട്ട് ലിറ്റർ ചെയ്ത് കിടക്കുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് റീസെൻ്റ്ലി 2023 ലാൻസെറ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു റിസർച്ച് റിപ്പോർട്ടിനകത്ത്, ഒരു സ്റ്റഡി റിപ്പോർട്ടിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ എമർജൻസ് ആണ്, അല്ലെങ്കിൽ വർധനവാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 2019 കണക്കനുസരിച്ച് 400 മില്യൺ ടൺ പ്ലാസ്റ്റിക് നമ്മൾ ഒരു വർഷം 2019 പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2024 ആകുമ്പോഴേക്കും ഒരു 62% വർദ്ധിക്കാനും 2050 ആകുമ്പോഴേക്കും 2024-നും 50-നും ഇടയിൽ ഒരു 62% വർധന രേഖപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കുന്ന ഹ്യൂമൻ ഹെൽത്ത് റിസ്കുകളാണ്, എസ്പെഷ്യലി നാനോ പ്ലാസ്റ്റിക്കുകളും മൈക്രോ പ്ലാസ്റ്റിക്കുകളും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും കഴിക്കുന്ന ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ ഈ പ്ലാസ്റ്റിക്കുകൾക്കകത്ത് ഏകദേശം 16,000-ഓളം കെമിക്കൽസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ എക്കോസിസ്റ്റത്തിനെയും നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിനെയും അതുപോലെ തന്നെ മനുഷ്യനെയൊക്കെ വലിയ ഇതിൽ ബാധിക്കും. ഇപ്പോൾ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ ഹോർമോൺ സിസ്റ്റം, ക്യാൻസർ ഉള്ള രോഗങ്ങൾക്ക് കാരണമാവുന്ന പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, റീപ്രൊഡക്റ്റീവ് ഡിസോർഡർ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാവുമെന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കേസ് ഇത് ക്ലൈമറ്റ് ചേഞ്ചിന് വലിയ രീതിയിൽ കാരണമാവുമെന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് OECD അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കണക്കുകൾ അനുസരിച്ച് 2019 പ്ലാസ്റ്റിക് ഏകദേശം 1.8 ബില്യൺ ടൺ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിഷൻസ് കാരണമായിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് ടോട്ടൽ ഗ്ലോബൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ 3.4% ആണിതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് 2050 ആകുമ്പോഴേക്കും ടോട്ടൽ ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻ്റെ 20% ഉയരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ എമിഷൻ കുറക്കണമെങ്കിലൊക്കെ ഇത്തരത്തിലുള്ള ട്രീറ്റ് വേണം. പിന്നെ ഇത് ഉണ്ടാക്കുന്ന എക്കണോമിക് ഡ്രെയിൻ ആണ്. അതായത് ഈ പ്ലാസ്റ്റിക് പൊല്യൂട്ടൻസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ചെലവ് നമുക്ക് ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ ഈ പ്ലാസ്റ്റിക് പൊല്യൂഷൻ ക്ലീൻ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ടൂറിസം റവന്യൂവിനൊക്കെ അകത്തൊക്കെ വലിയ രീതിയിലുള്ള നഷ്ടം സംഭവിക്കുന്നതായിട്ടുള്ള വാർത്തകളുണ്ട്. പിന്നെ ഫിഷറീസ്, ഈ മറൈൻ ലൈഫിനൊക്കെ ഇത് ബാധിക്കുന്നുണ്ട്. ഈ പറയുന്ന ഫിഷറീസ് സെക്ടറിനെയും ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റിനെ മാനേജ് ചെയ്യാനുള്ള രാജ്യങ്ങളുടെ കേപ്പബിലിറ്റി എല്ലാ രാജ്യങ്ങൾക്കും ഒരേപോലെയല്ല. അപ്പോൾ ഈ സബ് സഹാറൻ ആഫ്രിക്കയിലൊക്കെ ഉള്ള രാജ്യങ്ങൾ, വളരെ പോവർട്ടി സ്ട്രിക്റ്റൻ ആയിട്ടുള്ള രാജ്യങ്ങളിൽ അവർക്കിത് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. കാരണം അവർക്ക് സ്വന്തം രാജ്യത്തെ ജനങ്ങൾക്കുള്ള ഭക്ഷണം എത്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത രാജ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു എന്താ പറയുക ഇക്വാലിറ്റിയുടെ അല്ലെങ്കിൽ അൺഈക്വൽ ആയിട്ടുള്ള ഒരു കപ്പാസിറ്റിയാണ് രാജ്യങ്ങൾക്കിടയിലുള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ടും ഒരു കോപ്പറേഷൻ കൊണ്ടുവരാതെ ഈ ഒരു ചാലഞ്ചിനെ നമുക്ക് കേർബ് ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇനി ഈ പറയുന്ന ട്രീറ്റി വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ട്രീറ്റിക്കകത്ത് വരാൻ സാധ്യതയുള്ള മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് പ്രൊഡക്ഷനകത്തൊരു ലിമിറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഒരു വർഷം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക്കിൻ്റെ മുകളിലൊരു അപ്പർ ലിമിറ്റ് സെറ്റ് ചെയ്യുക, പ്രൊഡക്ഷൻ ക്യാപ്പ് ഇമ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. 2, ഇത്തരത്തിലുള്ള പോവർട്ടി സ്ട്രിക്റ്റൻ ആയിട്ടുള്ള, അതായത് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് കേർബ് ചെയ്യാൻ കേപ്പബിലിറ്റി ഇല്ലാത്ത രാജ്യങ്ങൾക്കുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ വലിയ രീതിയിൽ പൊല്യൂഷന് കാരണമാകുന്ന ടൈപ്പ് ഓഫ് പ്ലാസ്റ്റിക്കുകളുണ്ട്. ഇപ്പോൾ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കുകളൊക്കെ, ക്യാരി ബാഗുകളൊക്കെ, അത്തരത്തിലുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുക. അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിൽ ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള റീസൈക്ലിംഗ് ടാർഗറ്റ്സ് ഇമ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക്കുകൾക്കകത്ത് യൂസ് ചെയ്യുന്ന വളരെ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മാൻഡേറ്ററി കെമിക്കൽ ടെസ്റ്റിങ്ങും റെഗുലേഷൻസും ഇമ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ചില പൊട്ടൻഷ്യൽ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ക്ലൈമറ്റ് റിസേലിയൻറ്റ് അഗ്രികൾച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ
ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 12 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഹീലിംഗ് ദ സോയിൽ എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചറിന്റെ സാധ്യതകളെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസിനെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത്. അപ്പോൾ ഈ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചറിന്റെ നീഡ്, അതിന്റെ ആവശ്യകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ലോങ് ടേം ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ ഇതില്ലാതെ പറ്റില്ല. കാരണം നമ്മുടെ ക്ലൈമറ്റ് വളരെ റാപ്പിഡായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് നിലനിന്ന് പോകുന്ന രീതിയിലുള്ള അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഫുഡ് സെക്യൂരിറ്റി വലിയ രീതിയിൽ ത്രട്ടൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ നമുക്ക് ലോങ് ടേമിൽ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യണമെങ്കിൽ ഇത് അഡോപ്റ്റ് ചെയ്യാതെ വേറെ മാർഗ്ഗമല്ല. രണ്ടാമതായിട്ട്, നമ്മുടെ പരിസ്ഥിതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ഒക്കെ യൂട്ടിലൈസേഷൻ മാക്സിമം കുറക്കുക എന്നുള്ളതാണ് ഈ ക്ലൈമറ്റ് റിസൈലന്റ് അഗ്രികൾച്ചറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ ബേസിക്കലി നമ്മുടെ പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന രീതിയിൽ അഗ്രികൾച്ചർ നടത്തുക, അല്ലെങ്കിൽ സസ്റ്റൈനബിൾ വേ ഓഫ് അഗ്രികൾച്ചർ ആണ് പ്രധാനമായിട്ട് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് സാധിക്കും. അതുപോലെ തന്നെ ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഇപ്പോൾ ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകൾ, അല്ലെങ്കിൽ ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിത്തുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് ക്ലൈമറ്റ് റെസിലിയൻ്റ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ക്ലൈമറ്റ് ചേഞ്ച് നമ്മളെ ബാധിക്കാതെ നമുക്ക് ഒരു പരിധി വരെയൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഉണ്ടാക്കുന്ന എക്കണോമിക് ബെനിഫിറ്റ്സ് ഉണ്ട്, എസ്പെഷ്യലി ലോങ് ടേം പീരിയഡ് ഓഫ് ടൈമിൽ ഇത് കാരണം വരുന്ന എക്കണോമിക് ബെനിഫിറ്റ്സ്. കാരണം ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കൃഷിനാശം പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് വരുന്ന എക്കണോമിക് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ ഈ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസിൻ്റെ ഒക്കെ യൂട്ടിലൈസേഷൻ കുറക്കുന്നതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പബ്ലിക് ഹെൽത്ത് ഒക്കെ ഓരോ പീരിയഡ് ഓഫ് ടൈം ഇംപ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ നമുക്ക് ഈ ഹെൽത്ത് സെക്ടറിനകത്ത് വരുന്ന ചിലവുകൾ കുറക്കാനൊക്കെ സഹായിക്കും എന്ന് പറയാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചാലഞ്ചസ് എന്ന് പറയുന്നത്, ഈ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ നമ്മൾ ഇത്രയധികം അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ഇത് എന്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്ന്, നമ്മൾ ഒരേ സമയം ഫുഡ് സെക്യൂരിറ്റിനെയും സസ്റ്റൈനബിലിറ്റിനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളൊരു ട്രിക്കി ആയിട്ടുള്ള പാർട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിലവിലുള്ള ഫുഡ് പ്രൊഡക്ഷൻ ടാർഗറ്റ്സ് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അത് ഫുഡ് സെക്യൂരിറ്റിനെ ത്രട്ടൻ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരും. ലോങ് ടേമിൽ നമുക്ക് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഷോർട്ട് ടേമിൽ ഈ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഷോർട്ട് ടേമിൽ നമുക്ക് ഇപ്പോൾ ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും അല്ലെങ്കിൽ കെമിക്കൽ പെസ്റ്റിസൈഡുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നടത്തുന്ന അഗ്രികൾച്ചറൽ മെത്തേഡിൽ നിന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഈൽഡ് നമുക്ക് ഷോർട്ട് ടേമിൽ എൻഷുർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫുഡ് സെക്യൂരിറ്റിനെ ത്രട്ടൻ ചെയ്യപ്പെടും. പക്ഷേ അതേസമയം നമുക്ക് ഈ സസ്റ്റൈനബിൾ ആയിട്ടുള്ള അഗ്രികൾച്ചർ വേണം താനും. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ബാലൻസ് ചെയ്യുന്നുള്ളത് വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. രണ്ടാമതായിട്ട് ഈ കാര്യത്തിലുള്ള ടെക്നോളജിക്കൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. ടെക്നോളജിക്കൽ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് പുതിയൊരു അഗ്രികൾച്ചറൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പേസ് വളരെ പെട്ടെന്നാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ പുതിയ ടെക്നോളജീസ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നമ്മൾ പുതിയൊരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുമ്പോഴേക്കും അത് ബേസിക്കലി മീനിങ്ലെസ് ആയിട്ട് മാറുന്ന രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ പേസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു പ്രശ്നം ഈ ടെക്നോളജിക്കൽ സൈഡിലുണ്ട്. ഇനി മറ്റൊന്ന് നോളജ് ആൻഡ് കപ്പാസിറ്റി ഗ്യാപ്പാണ്. നോളജ് ആൻഡ് കപ്പാസിറ്റി ഗ്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ട്രഡീഷണൽ ആയിട്ട് അഗ്രികൾച്ചർ പ്രാക്ടീസ് ചെയ്യുന്ന, അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഇവിടെയുള്ള കർഷക വൃത്തി ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ മെജോറിറ്റിയും ഹൈലി എഡ്യൂക്കേറ്റഡ് ഒന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകൾക്കിടയിലേക്ക് ഈ നോളേജ് നമ്മൾ എത്തിക്കുക, അതുപോലെ തന്നെ അവരുടെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളത് ഒരു ഈസി ടാസ്ക് അല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. മറ്റൊന്ന് മാർക്കറ്റ് ഡൈനാമിക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിനകത്ത് ഈ സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിന്, അല്ലെങ്കിൽ ഈ പറയുന്ന ജൈവ കൃഷി എന്നൊക്കെ പറയുന്ന കാര്യത്തിന് ഒരു മാർക്കറ്റ് കണ്ടെത്താൻ പറ്റുമെങ്കിലും ആ മാർക്കറ്റിനകത്തുള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മുടെ ലോക്കൽ മാർക്കറ്റുകളിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഈ പറയുന്ന ജൈവ കൃഷിയിലൂടെ ചെയ്തുണ്ടാക്കുന്ന ഭക്ഷണ സാധനങ്ങളുടെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വെജിറ്റബിൾസിൻ്റെ ഒക്കെ പ്രൈസ് കമ്പയർ ടു അതർ ഗുഡ്സ് അത് സാധാരണഗതിയിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഈ പറയുന്ന മാർക്കറ്റ് ഡൈനാമിക്സ്, ഇതിന് കൃത്യമായിട്ടുള്ള വില കിട്ടുമോ എന്നുള്ളൊരു പ്രശ്നം, കൃത്യമായിട്ടൊരു മാർക്കറ്റ് കണ്ടെത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രശ്നവും വലിയൊരു ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് പറയാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.